പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാസങ്ങളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന നമ്മുടെ വേതനം, തൊഴിലിൻ്റെ ഇതുവരെ എടുത്തിരിക്കുന്ന കൂലി ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 2 മാസത്തിനുള്ളിൽ ചില സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, മറ്റുള്ളത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള തുകയും കൂടി വരും എന്നാണ് അറിയുന്നത്. അപ്പോൾ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയി. പിന്നെ ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊക്കെ ഇനിയിപ്പം പൈസ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് 100 ജോലി ചെയ്തിട്ടുള്ള, കഴിഞ്ഞ വർഷം 100 ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ വർഷങ്ങളായിട്ട് 1000 രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം സോഷ്യൽ മീഡിയകളിലും ന്യൂസിലൊക്കെ കാണുന്നുണ്ട് 1200 രൂപ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പല സ്ഥലങ്ങളിലും ഇതുവരെ പുതിയ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വന്നാൽ ഞാൻ നിങ്ങളെ ഉടനെ അറിയിക്കുന്നതായിരിക്കും. 1200 രൂപയാക്കി എന്നുള്ള റിപ്പോർട്ട് ഓഫീസുകളിൽ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വർഷം 1200 ഉണ്ടാവും എന്ന് തന്നെ വിചാരിക്കാം. പിന്നെ വേറെ കാര്യമായിട്ട് ന്യൂസൊന്നുമില്ല. നിങ്ങളുടെ പൈസ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. 2 മാസത്തോളിൻ്റെത് ബാക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓണാഘോഷമൊക്കെ അടിപൊളിയാക്കിയിട്ട് നടത്തുക. എല്ലാവർക്കും ഓണം ആശംസകൾ നേരുകയാണ് അഡ്വാൻസ് ആയിട്ട്. അപ്പോൾ പിന്നെ ഓണത്തിന് വരുന്ന പൈസ 1000 ആണോ 1200 ആണോ എന്നത് പിന്നെ നമുക്ക് 2 ദിവസം കൊണ്ട് അറിയാൻ പറ്റും. എന്തായാലും ഇന്നലെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഇന്നലെ അവിടെ റിപ്പോർട്ട് പുതിയ 1200 കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ശരി, നമുക്ക് 1200 രൂപ കിട്ടട്ടെ. പിന്നെ ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയുമാറാവട്ടെ. അപ്പോൾ തുടർന്നിപ്പോൾ പണിയൊക്കെ പല സ്ഥലങ്ങളിലും നിർത്തിവെച്ചിട്ടൊക്കെയാണുള്ളത്. എന്തായാലും തുടർന്നുള്ള പണികളൊക്കെ വളരെ വേഗത്തിൽ നടക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ദയവായിട്ട് ആ ചാനലിലേക്ക് ഒന്ന് ഫോളോ ചെയ്യാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓരോ വിഷയങ്ങളും നമ്മളെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓൺലൈനിൽ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.